കണ്ടതാ. അപ്പം മെച്യൂരിറ്റിയും അതിശയവും തമ്മിൽ ബന്ധമുണ്ടല്ലേ. യേശുവിനെ പോലും അതിശയിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു. കാരണം യേശു ഇന്നുവരെ കണ്ടിട്ടില്ല ഇതുപോലെ അധികാരത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയവരെ യേശു കണ്ടിട്ടില്ല. യേശു ആദ്യമായിട്ട് അത് കണ്ടത്. ഇതുപോലെ നമ്മളെ കണ്ടിട്ട് കർത്താവ് എപ്പോഴെങ്കിലും അതിശയപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ കണ്ടിട്ട് കർത്താവ് എപ്പോഴെങ്കിലും അതിശയപ്പെട്ടിട്ടുണ്ടോ? കർത്താവ് നെഗറ്റീവായിട്ടും അതിശയപ്പെട്ടിട്ടുണ്ട്. കോരസീനെ നിനക്ക് ഹാ കഷ്ടം, ബേത്സയിദേ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്ന പ്രവൃത്തികൾ വേറെ വല്ലയിടത്തും നടന്നിരുന്നെങ്കിൽ അവർ മാനസാന്തരപ്പെട്ടേനെ. നമ്മളെ നോക്കിയിട്ട് ഇന്ന് രാവിലെ കർത്താവ് അതിശയപ്പെടുമോ? ഓ, ഇവൻ ഇത്രയും സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇതാണ് ദൈവിക വ്യവസ്ഥിതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അപ്പോസ്തലന്മാരെ നിയമിച്ചു. നമ്മുടെ നാട്ടിൽ പല ഉപദേശങ്ങൾ പൊട്ടിമുളച്ചു. പാസ്റ്റർമാരില്ല, ലീഡേഴ്സ് ഇല്ല, എല്ലാവരും സഹോദരന്മാരാണ്, അവരവരുടെ ഇഷ്ടം പോലെ പോകാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു പഠിപ്പിക്കലും പുസ്തകങ്ങളും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി കുറേ പേരുടെ മനസ്സിൽ ഈ കളയങ്ങ് വിതച്ചു. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പോണത്, അങ്ങനെയല്ല. അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എൻ്റെ കൈവെപ്പിനാൽ, ബാക്കി പറഞ്ഞേ, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിപ്പി. അപ്പോൾ ആ മിനിസ്ട്രി വീണ്ടും തുടരുകയാണ്. അപ്പോസ്തലന്മാരെ ദൈവം നിയമിക്കുന്നു. അവർ അടുത്ത തലമുറയെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നു. ഈ തത്വം തീമോത്തിയോസ് മനസ്സിലാക്കി, ഈ തത്വം തീത്തോസ് മനസ്സിലാക്കി. സ്തോത്രം. ഇതാണ് ദൈവിക വ്യവസ്ഥ. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനകത്ത് ഒരുപാട് മുത്തുകളുണ്ട്, മുത്തുകൾ. നിങ്ങളിനി പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി ദൈവം വെളിപ്പെടുത്തി തരും. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങളും പോകുകയും ചെയ്യണം, അയക്കുകയും ചെയ്യണം. അപ്പോൾ പോകാൻ മാത്രമല്ല, അയക്കാനും കൂടെ ദൈവം അവരെ ചുമതലപ്പെടുത്തുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹത്തോടുകൂടെ വന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ സമയം തരികയാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാൽ, തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാൽ, ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ, അരുമയോടവൻ എന്നെ മാറോടണയ്ക്കും. ചേരും ഞാനൊടുവിലൻ പ്രിയനരികിൽ, അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ
എഴുന്നേറ്റ് നിൽക്കാം. കൈകൾ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് പാടാം. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു. അവൻ എന്നെ അറിഞ്ഞിടുന്നു, അവനിൽ കരുതിടുന്നു. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമാ എനിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങൾ അണഞ്ഞിടുമ്പോൾ അവലംബമാ എനിക്കവൻ മാത്രമാ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരു. മാറിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനിമ്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. മാറ്റമില്ലാത്തവൻ ഇമ്മാനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. ആമേൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. തീരണം പാരിലെന്നാൾ തിരുപ്പാദ സേവയതാ. തീരണം തിരുപാദ സേവയതാ. ഓ ചേരും ഞാനൊടുവിലൻ. ഹല്ലേലൂയ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ. ചേരും ഞാനൊടുവിലൻ പ്രിയനാരികിൽ. അരുമയോടവൻ എന്നെ മാറോടണയ്ക്കൂ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ആമേൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. ആമേൻ. കുരിശെടുത്തൻ യേശുവിനെ ഹല്ലേലൂയ ഞാൻ അന്ത്യം വരെ. ആമേൻ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനുഷിക പരിമിതികളും കഴിവില്ലായ്മകളും ഉള്ളവരെയാണ് കർത്താവ് അയച്ചത്. ഭയങ്ങളും അവിശ്വാസവും ഒക്കെ ഉള്ളവരെയാണ് കർത്താവ് അയച്ചത്. നിന്റെ കഴിവില്ലായ്മ അവൻ അറിയാം, നിന്റെ പരിമിതികൾ അവൻ അറിയാം, നിന്റെ പോരായ്മ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ വിളിച്ചത്. ലോകത്തിൽ ഒരാൾ നമ്മളെ ഒരു കമ്പനിയിലോട്ട് എടുത്താൽ നമ്മുടെ വീക്ക്നെസ് അറിഞ്ഞിട്ടല്ല എടുക്കുന്നത്. അറിഞ്ഞ എടുക്കത്തില്ല.
എന്തിനേറെ കല്യാണം പോലും നടക്കത്തില്ല നിന്റെ വീക്ക്നെസ് അറിഞ്ഞാൽ. എന്നാൽ കർത്താവ് അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ എടുത്തിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്, അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്, അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുത്താതിരുന്ന നമ്മുടെ ആ തനി സ്വഭാവം ഉണ്ടല്ലോ, അത് ഇടയ്ക്ക് വെളിപ്പെടുമ്പം കർത്താവ് ഞെട്ടുന്നില്ല. കാരണം ഇത് നിന്നിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൻ നിന്നെ വിളിച്ചത്. അവൻ അത് ക്രമേണ പരിഹരിച്ചെടുത്തുകൊള്ളാം, ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് പോരായ്മകളെ വെച്ചോണ്ടിരിക്കാതെ കർത്താവിനോട് ഇനിയെങ്കിലും തുറന്നങ്ങ് പറ. ഒന്നും മറച്ചു വെക്കണ്ട, ഒന്നും മറച്ചു വെക്കണ്ട, എല്ലാം തുറന്നങ്ങ് പറ. എന്നെ കഴുകണമേ കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, അധികം പ്രയോജനമുള്ളവനാക്കി എന്നെ തീർക്കണമേ, അധികം ഉപയോഗമുള്ളവനാക്കി എന്നെ തീർക്കണമേ, വളരെ ഫലം കായ്ക്കുന്നവനാക്കി എന്നെ തീർക്കണമേ. അങ്ങയുടെ നാമം എന്നിലൂടെ മഹത്വപ്പെടണം കർത്താവേ. എന്റെ പേരല്ല, അങ്ങയുടെ നാമം. ആമേൻ, ആമേൻ. അങ്ങയുടെ നാമം എന്നിലൂടെ ഉയരട്ടെ കർത്താവേ. അതിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തത് കൊണ്ട് നിനക്ക് ഈ കൃപയിൽ പങ്കില്ലെന്നാണ് കർത്താവ് അവനോട് പറഞ്ഞത്. നമുക്കൊരുപാട് കഴിവ് വേണ്ട, നേരുള്ളൊരു ഹൃദയം മതി. ഉള്ളത് തുറന്നങ്ങ് സമ്മതിച്ചാൽ മതി. ദൈവം ഇന്ന് ഈ കൃപയിൽ നിന്നെ പങ്കുകാരിയാക്കാൻ പോകുന്നു, നിന്നെ പങ്കുകാരനാക്കാൻ പോകുന്നു. ദൈവകൃപയുടെ പങ്ക്, ദൈവകൃപയുടെ പങ്ക്, പങ്ക്, പങ്ക് ഇന്ന് ദൈവം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ, Hallelujah. 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 കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനും അങ്ങയുടെ നിയന്ത്രണത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഞങ്ങളിലൂടെ പണിയപ്പെടുവാൻ ദൈവസഭയുടെ പ്രവർത്തിക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ സഭയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസൻ പാസ്റ്റർ ടിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസൻ്റെ കുടുംബത്തിന് വേണ്ടിയും തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യയുടെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഈ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരതം മുഴുവനും ദൈവരാജ്യം പണിയപ്പെടുവാൻ, എല്ലാ ഗ്രാമങ്ങളിലും ദൈവരാജ്യം പണിയപ്പെടുവാൻ, എല്ലാ സ്റ്റേറ്റിലും എല്ലാ പഞ്ചായത്തിലും ദൈവസഭ പണിയപ്പെടുവാൻ ഈ ഒരു സഭയിലൂടെ ദൈവത്തിന് കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത ദൈവിക പ്രൊട്ടക്ഷൻ നൽകി ഈ കൂട്ടായ്മയെ നിർത്തുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.